ഹായ്! നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നല്ല അടിപൊളി പോസ്റ്റർ നിർമ്മിക്കാൻ കഴിയും. അതിന് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷനും കൂടെ വേണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിക്സൽ ലാബ് എന്ന ആപ്പാണ്. ഈ പിക്സൽ ലാബിലാണ് ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കോഡ് എഫ് എം എൽ ഇത് യൂസ് ചെയ്യുന്നത് പിക്സൽ ലാബിൽ നമുക്ക് മലയാളം ഫൗണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കോഡ് എഫ് എമ്മിൽ ടൈപ്പ് ചെയ്ത് പിക്സൽ ലാബിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ടിലേക്ക് മാറ്റാം. ഈ സെഡ് അർച്ചീവ് യൂസ് ചെയ്യുന്നത് പിക്സൽ ലാബിലേക്ക് ഫൗണ്ടുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. റിമൂവ് ബി ജി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിൻട്രസ്റ്റ് നമുക്കിഷ്ടമുള്ള ഫോട്ടോ, വീഡിയോ ഇതെല്ലാം നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇത്രയും ആപ്ലിക്കേഷൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പോസ്റ്റർ നമ്മുടെ ഫോണിൽ തന്നെ നിർമ്മിക്കാൻ കഴിയും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഈ ന്യൂ ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് ഈ ഡിലീറ്റിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. താഴെ 3 ഐക്കൺ കാണാം. ഇതിൽ ഈ ചതുരത്തിൽ കാണുന്ന ഐക്കണിൽ 2 ചതുരം കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. ഇവിടെ കളർന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുക, ഇങ്ങനെ കിട്ടും. ഇതിൽ കളർന്നും കാണാം, ഗ്രേഡിയൻ്റ് എന്നും കാണാം. കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ കളറിലേക്ക് ആക്കാനാണ് കളർ യൂസ് ചെയ്യുന്നത്. ഗ്രേഡിയൻ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിലാണ് ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കളർ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതിലുള്ള കളർ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ മേലൊരു സർക്കിൾ കാണാം, ചെറിയ സർക്കിൾ കാണാം. അവിടെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത കളർ കാണാൻ കഴിയുക. മേലെ ചെറിയ സർക്കിളിൽ ഇതപ്പോൾ ഞാൻ ബ്ലൂവിൽ കൊണ്ടുപോയി വെച്ച് അതാ മേലെ ചെറിയ സർക്കിളിൽ കാണാൻ കഴിയും. താഴെ 3 ലൈൻ കാണാം. അത് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത കളറിൻ്റെ കട്ടി കൂട്ടാനും കുറയ്ക്കാനും കളർ ഇളം കളറിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് കഴിയും, കൂട്ടാനും കുറയ്ക്കാനൊക്കെ കഴിയും. ഓക്കെ, മുകളിൽ കാണുന്ന ചെറിയ സർക്കിളിൽ കളർ ചേഞ്ച് ആണെന്ന് കാണാം. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഗ്രേഡിയൻ്റാണ് വേണ്ടിച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ആദ്യം എടുത്ത് വെച്ച കുറച്ച് കളറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആരോ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാം. അതുപോലെ ആയിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും ചേഞ്ച് ആവുന്നത്. ഓക്കെ, താഴെ ഒരു ലൈൻ കാണാം. ഇപ്പോൾ ഈ താഴത്തെ ലൈനിൽ ഈ പിങ്കിലാണ് സെലക്റ്റായി നിൽക്കുന്നത്. ഒരു യെല്ലോ കളറ് ആരോ കാണാം അവിടെ സെലക്റ്റായി നിൽക്കുന്നത്. ഇത് നമുക്ക് ബ്ലൂവിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബ്ലൂവിൽ ആണ് സെലക്ട് ആയിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് മുകളിലെ ബ്ലൂ കളറ് ചേഞ്ച് ചെയ്യാം. താഴെ കാണുന്ന ഈ കളറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. മേലെ ചെറിയ സർക്കിളിൽ നമ്മൾ സെലക്ട് ചെയ്ത കളറ് കാണാൻ കഴിയും. ഞാനിത്
റെഡിൽ വെക്കുന്നു. താഴത്തെ ലൈനിൽ നമുക്ക് ഈ റെഡിൻ്റെ കളറ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, മേലെ സർക്കിളിൽ അത് കാണാൻ പറ്റും. ചെറിയ സർക്കിളിൽ നമ്മൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതിൻ്റെയൊക്കെ കളർ ചേഞ്ച് ആവുന്നത് കാണാൻ കഴിയും. ഓക്കെ കൊടുക്കുക. ഇപ്പം നമ്മുടെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ബ്ലൂ ഇല്ലോടത്ത് റെഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിങ്കാണ് മാറ്റേണ്ടത്. അപ്പോൾ താഴത്തെ ലൈനിൽ പിങ്കിൽ സെലക്ട് ചെയ്യുക, കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഞാൻ ബ്ലൂ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഈ ആരോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ ആയിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ചേഞ്ച് ആവുന്നത്. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതേ കളറിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ മുകളിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം, ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. പെൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മലയാളം ഫൗണ്ടാണ് നമ്മൾ കോഡ് ഓഫ് എമ്മിൽ ടൈപ്പ് ചെയ്യുക. അത് ഫൗണ്ട് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് മലയാളം എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. നമ്മുടെ വിരൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വലുതാക്കും ചെറുതാക്കും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് താഴെ 3 ഐക്കൺ കാണാം, അതിൽ എ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ സൈസ് എന്ന് കാണാം, 2 ടി കാണാം, അവിടെ സൈസ് എന്ന് കാണാം. അതിൻ്റെ താഴെ അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് വലുതാക്കും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഫൗണ്ടിൻ്റെ സ്റ്റൈല് മാറ്റാം. അതിന് ഈ സ്റ്റൈല് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ താഴത്തെ 3 ഐക്കണിൽ എൽ സെലക്ട് ആവണം. ഇപ്പോൾ എൽ സെലക്ട് ആണ്. എന്നിട്ട് എ ബി ആണ്, ഇതിൽ ബി കാണാം, സ്റ്റൈൽ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോൾഡായിട്ട് കുറച്ച് കട്ടിയൊക്കെ ആയിട്ട് കിട്ടും. ഐയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചരിഞ്ഞിട്ട് ഇറ്റാലിയൻ ടൈപ്പിൽ അങ്ങനെ ചരിഞ്ഞിട്ട് കിട്ടും. യുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർലൈന് അങ്ങനെ കിട്ടും. പിന്നെ നോർമലാവാൻ പഴയപടി ആവാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക, പഴയ പോലെ ആവും. നമ്മളിപ്പോൾ ബിയിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിൽ ബോൾഡായിട്ടുള്ളത് ഓക്കെ കൊടുത്ത്. ഇനി നമുക്ക് ഈ മലയാളം എന്നില്ല ഈ ഫൗണ്ട് ചേഞ്ച് ചെയ്യണം, വേറെ ഫൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിന് താഴത്തെ 3 ഐക്കണിൽ എ സെലക്ട് ആവണം, ഇവിടെ സെലക്ട് ആണ്. എന്നിട്ട് നമ്മൾ ഇവിടെ എ ബി എന്ന് കാണാം, എ ബി ഫൗണ്ട് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ
നമ്മൾ കൊടുത്ത മലയാളം എന്നുള്ളത് മുകളിൽ കാണാം. അതിൽ നമ്മൾ അവിടെ ചേഞ്ച് ആവുന്നത് കാണാം. നമ്മളിവിടെ ഇത് മാറ്റുന്നതിനനുസരിച്ച് ഫൗണ്ട് മാറ്റുന്നതിനനുസരിച്ച് മുകളിൽ അത് ചേഞ്ച് ആവുന്നത് കാണാം. നമ്മൾ കൊടുത്ത മലയാളം ഉള്ളത് ചേഞ്ച് ആവുന്നത് കാണാം. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ മലയാളം എന്നുള്ളത് ഇപ്പോൾ വൈറ്റ് കളറാണല്ലോ. ഇനി നമുക്കിതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തത് ഈ താഴത്തെ 3 ഐക്കണിൽ ഈ രണ്ട് ചതുരത്തിലായിരുന്നു ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ചേഞ്ച് ചെയ്തത്, കളർ ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഈ ഫൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഈ ഏൽ തന്നെ സെലക്ട് ആണ്. ഇവിടെ ഏൽ സെലക്ട് ആണ്. എന്നിട്ട് ഇതിൽ കളർന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലും കാണാം, കളർന്നും കാണാം, ഗ്രേഡിയൻ്റ് എന്നും കാണാം. ഇതിപ്പോൾ നമ്മൾ കളർന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒറ്റ കളറിലേക്ക് ചേഞ്ച് ആവും. ഓക്കെ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇഷ്ടമുള്ള ഒറ്റ കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഞാനിതാ മേലെ ചെറിയ സർക്കിൾ കാണാം. നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതുപോലെ തന്നെയാണ്. ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫൗണ്ടിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഒറ്റ കളറാണ്. ഇപ്പോൾ നമുക്ക് ഒറ്റ കളർ വേണ്ട, ഗ്രേഡിയൻ്റ് മതിയെങ്കിൽ ഗ്രേഡിയൻറ്റിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ബ്ലൂ ആണ് സെലക്റ്റായി കാണുന്നത്. നമുക്ക് ഇവിടെ ഈ ബ്ലൂ എന്നില്ല, താഴത്തെ ലൈനിൽ ബ്ലൂ ആണ് സെലക്ട് ആയിട്ടുള്ളത്. അത് മുകളിലാണ് ഇവിടെ ബ്ലൂ, താഴത്ത് പിങ്കും ആണ്. ഇപ്പോൾ ഈ സെലക്റ്റായ യെല്ലോ കളർ കാണുന്നത് ബ്ലൂവിലാണ്. നമുക്ക് ബ്ലൂവിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. നമുക്കവിടെ ഒരു റെഡ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഓക്കെ, അവിടെ റെഡ് ആയിട്ടുണ്ട്. ഇനി താഴത്തെ ലൈന് പിങ്കിൽ സെലക്ട് ചെയ്യുക, കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കവിടെ ഒരു ഗ്രീനും കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ഓക്കെ കൊടുത്താൽ നമ്മുടെ ഫൗണ്ടിൻ്റെ കളറ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ കൊടുക്കുക. ഇതാ നമ്മുടെ ഫൗണ്ടിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ബൈ.